അയ്യപ്പന്റെ സ്വർണം കെട്ട കള്ളന്മാരെല്ലാരും കൂടെ മാങ്കൂട്ടത്തിലോട്ട് ഓടിക്കേറി അവിടുത്തെ മാങ്ങയുടെ അണ്ടി തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം മാങ്ങയുടെ അണ്ടിയും കിട്ടിയിട്ടില്ല, ഇനി മാങ്ങയുടെ ചൊളയും കിട്ടിയിട്ടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. യഥാർത്ഥത്തിൽ ഒരു 10 ദിവസം ഇല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ മാങ്ങാണ്ടി കഥ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ നാടിന് വികസനവും അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട ആളുകൾക്കാണോ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ, അതല്ലാത്ത ചർച്ചയിലോട്ട് കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര മാധ്യമങ്ങളും അല്ലെങ്കിൽ എത്ര ആളുകളും ഈ ചർച്ചേൻ്റെ പിന്നാലെ പോകുന്നുണ്ട്? ആരും പോകുന്നില്ല. ഡിബേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രാഹുൽമാരെ അടികൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം പ്രാന്താലയമാണെന്ന് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ നാട് പ്രാന്താലയമല്ല, നമ്മുടെ നാട് വൃദ്ധസദനങ്ങളായിട്ടാണ് മാറുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണത്. ഇത് എത്ര ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, ഇതിൻ്റെ കാരണങ്ങൾ എത്രത്തോളാണെന്നുള്ളത് നമ്മൾ എത്ര സ്ഥലങ്ങളിൽ ഈ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണ്ട് ഗൾഫിലോട്ടാണ് പോയിരുന്നു. ഗൾഫിൽ പോയി ഒരു സമയം കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫ് ഇതര കൺട്രി, അതായത് നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് മാറിയിട്ട് വെസ്റ്റേൺ കൺട്രീസിലോട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പം അതിൻ്റെ കണക്കുകൾ എത്രയും നിങ്ങൾക്കറിയും. അതുപോലെ നമ്മുടെ നാട് വിട്ടിട്ട് സ്റ്റുഡൻസ് കേരളം വിട്ട് പുറത്തു പോയി പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മടങ്ങ് എത്രത്തോളം കൂടിയെന്ന് നിങ്ങൾക്കറിയും. ഈ നമ്മുടെ ഇന്ത്യയെ വിട്ടിട്ട്, കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ വിട്ടിട്ട് പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന പിള്ളേരുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ഞാനിതിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, നമ്മുടെ സർക്കാരിൻ്റെ പിടിപ്പുകേട് ഇതിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മൊത്തം കണക്കുകൾ ഇപ്പം പുറത്തോട്ട് എടുത്തിടുന്നത്. മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തോട്ട് പോയിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലോട്ട്. അതിന് പകരമായി 2018 വരെ ഗൾഫ് അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലോട്ട് ആളുകൾ പോയതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ വെറും 10%. 2018 മുതൽ 2024 ആയപ്പോഴേക്കും ഈ ശതമാനത്തിൻ്റെ കണക്ക് 20%. അതായത് നേരെ ഡബിൾ, വെറും 6-7 വർഷത്തിൻ്റെ ഇടയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന, അതായത് 2018 വരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തോട്ട് വിദേശത്തോട്ട് വിദ്യാർത്ഥികൾ പോയൊരു കണക്ക് എന്ന് പറഞ്ഞാൽ 1,35,000 പിള്ളേരായിരുന്നു കണക്കിലുണ്ടായിരുന്നത്. അത് 2018 മുതൽ ഇപ്പോൾ 2024-25 ആയ സമയത്തേക്കും അത് 2.5 ലക്ഷമായിട്ടാണ് കൂടിയത്. നേരെ ഡബിൾ ആയിട്ടാണ് കൂടുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഇനി കേരളത്തിലെ യുവാക്കളുടെ യുവതികളുടെ ഇടയിൽ ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കാൻ തന്നെ ഈ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ല എത്രയും പെട്ടെന്ന് കേരളം വിടണം, എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടണം എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സാവുക, ഈവൻ +1 +2 വരെ വിദേശ രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റിയ അത്രയും നന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നതും ഈ നാട് വിട്ടു പോകാനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം. നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ ലിറ്ററസിയിൽ അങ്ങ് മേലെ കുത്തി നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ വെറുതെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾക്കൊരു പേരെഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അത് ലിറ്ററസി ആയിട്ട് കാണുന്ന നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ ഏകദേശം 42% അതായത് ലിറ്ററസിയുടെ 100% നിങ്ങൾ 98% എടുത്തു കഴിഞ്ഞാൽ ആ ലിറ്ററസിയുടെ 45% ആളുകളും യുവാക്കളും യുവതികളും ഒരു ജോലിയും കിട്ടാണ്ട് നമ്മുടെ നാട്ടിൽ തേരാപാര നടക്കുകയാണ്. അതിൽ തന്നെ പല ആളുകളും ജോലി കിട്ടിയവരുണ്ട്. ഈ കിട്ടിയവരൊക്കെ തൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രികളും മറ്റ് MBA ഡിഗ്രികളൊക്കെ കയ്യിൽ വെച്ചിട്ട് വെറും നാടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ ഒരു വേതനം എന്ന് പറഞ്ഞാൽ ഇത്തരം ജോലികൾക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വെറും 12,000 മുതൽ 15,000 വരെ മാത്രമാണ്. ഇപ്പോൾ ഒരു നഴ്സിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ബേസ് സാലറി വെച്ചിട്ടുണ്ടെങ്കിലും പല ഹോസ്പിറ്റലിലും പല ക്ലിനിക്കുകളിലും പല സെൻറ്റേഴ്സിലും ഇവർക്ക് കിട്ടുന്ന സാലറി 12 മുതൽ 15 വരെ മാത്രമാണ്. ഇനി ഡോക്ടേഴ്സിൻ്റെ സാലറി എടുത്തു കഴിഞ്ഞാലും ഒരുപാടൊന്നും പൊക്കി കാണിക്കാൻ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ നാട് വിട്ട് പുറത്തോട്ട് പോകുന്നത്. ഇനി കയ്യിൽ കുറച്ച് പൈസ ഉള്ളവൻ ഇവിടെ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, ഇവിടുത്തെ ബിസിനസ്സിൽ വെല്ലുവിളികൾ ഒരുപാടാണ്. നമ്മുടെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ പോലെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലോട്ട് വരുമ്പം ഇതിന് തടയിടാൻ വേണ്ടി സർക്കാർ തന്നെ പല കടമ്പകളാണ് വെച്ചിട്ടുള്ളത്. ഈവനൊരു ബിൽഡിംഗ് എടുക്കുന്നതിന് പോലും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് പോലും ഇല്ലാത്ത നികുതികളും മറ്റേ ബിൽഡിംഗ് നികുതികളും മറ്റ് നികുതികളും അതിന് രജിസ്ട്രേഷൻ ഫീസ് എന്നും പറഞ്ഞ് പണ്ട് 500 അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി സർക്കാർ വരുന്നതിൻ്റെ മുമ്പ് 500 രൂപക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുദ്ര പേപ്പർ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ സ്ഥലത്ത് നമ്മൾ 5,000 കൊടുക്കണം. ഇനി അത് മാത്രമല്ല, ടാക്സ് ഇനത്തിലും മറ്റ് പല ഇനത്തിലും പണ്ടൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ 430 രൂപ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പം വീടിൻ്റെ അതായത് ഓരോ കാറ്റഗറി തിരിച്ചിട്ട് 5,000, 10,000, 20,000, 30,000 കൂട്ടി വെച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാടിപ്പം ഭരിക്കുന്നത്. കേരളത്തിൻ്റെ GDPയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 25% വിദേശ സമ്പാദ്യം തന്നെയാണ്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള പൈസ തന്നെയാണ് നമ്മളെ GDPയുടെ നെടുംതൂണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇപ്പം സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം കാര്യങ്ങൾ എടുത്തു നോക്കി വിദേശ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം ഏകദേശം കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വ്യക്തമായിട്ട് പ്രകടനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. 2023 മാത്രം ഏകദേശം 2.16 ലക്ഷം കോടി രൂപയാണ്
കേരളത്തിലോട്ട് എത്തിയിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് മറ്റൊരു രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ടിച്ചത് ഇപ്പം എന്നുള്ളത് ഇപ്പറഞ്ഞ ആളുകളുടെ ഏറ്റവും കൂടുതൽ അന്ന് ഗൾഫിലോട്ട് പോയ ആളുകളായിരുന്നു പണ്ട് മുതൽ. അവരൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അവിടെ സിറ്റിസൺഷിപ്പോ കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ട് തന്നെ നാട്ടിലോട്ട് എങ്ങനെയെങ്കിലും പൈസ അയച്ച് നാട്ടിൽ സമ്പാദ്യം ഉണ്ടാക്കി നാട്ടിൽ ബിസിനസ് വെച്ചിട്ട് അവർ ഇങ്ങോട്ട് വരുന്ന ഒരു പ്രവണത, അതിൽ നിന്ന് മാറിയിട്ട് അതിന്റെ വലിയൊരു പെർസെൻറ്റേജ് ആളുകൾ ഗൾഫിൽ നിന്ന് മാറിയിട്ട് അങ്ങ് മറ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ടും ഇവിടെ നിന്നും യൂറോപ്യൻ കൺട്രീസിലോട്ട് പോയ ആളുകളാരും തിരിച്ച് ഇങ്ങോട്ട് വരാൻ ഒരു പ്ലാനും ഇല്ലാത്തവരാണ്. ഇവരിൽ ഒരു ഭൂരിഭാഗം ആളുകളും സ്വന്തം അപ്പനും അമ്മയും നാട്ടിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ മരണം വരെയൊക്കെ ഇടയ്ക്കൊന്ന് വന്നു പോകും, കുറച്ച് കാശ് ഇങ്ങോട്ട് അയക്കും. അതുകൂടെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളാരും കേരളത്തിലോട്ടൊരു പൈസ അയക്കാനും പോകുന്നില്ല. അവരൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ GDP ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്നു അറിയാത്തത് കൊണ്ടൊന്നുമല്ല നമ്മുടെ സർക്കാർ ഇപ്പം കണ്ണടച്ചുകൊണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി ഇപ്പം ഈ ആളുകൾ അയക്കുന്ന ഈ കാശ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതിന് ചെലവാക്കുന്നത് നമ്മുടെ നാട്ടിലെ 40% വീടുകളും അല്ലെങ്കിൽ മറ്റു തരം ബിൽഡിങ്ങുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മെയിൻ്റനൻസ് 40% ആളുകൾ ഉപയോഗിക്കുന്നത് വീട് പണിക്ക് റിപ്പയർ ചെയ്യുന്നതിനുമാണ്. അതിനാൽ പണത്തിന്റെ വരവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫക്ട് ചെയ്യാൻ പോണ മേഖലകൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനും ഹെൽത്ത് കെയറും പിന്നെ മറ്റ് എഡ്യൂക്കേഷണൽ മേഖലകളുമാണ്. ഇനി റിയൽ എസ്റ്റേറ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി ഈ റിയൽ എസ്റ്റേറ്റിന്റെ എഫക്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് കോട്ടയം പോലുള്ള ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം, കോട്ടയം, അതല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പം ഇവിടെയൊക്കെ 100 കണക്കിൽ വീടുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. അതായത് പേരൻസ് മരിച്ചു കഴിഞ്ഞാൽ വീട് അടച്ചിട്ട് ഇവരങ്ങോട്ട് സിറ്റിസൺഷിപ്പായിട്ട് മറ്റ് രാജ്യങ്ങളിലോട്ട് പോകണം. അപ്പം ഇത്തരത്തിലുള്ള വീടുകൾ അടച്ചിടുന്നതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ സ്ഥല കച്ചവടം ഒന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും നടക്കുന്നില്ല. ഇത് നല്ല രീതിയിൽ ഗവൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത്തരം വീടുകൾക്ക് എക്സ്ട്രാ ടാക്സ് ഇട്ടിട്ട് നമുക്ക് പൈസ പിരിക്കാം എന്നുള്ളൊരു നയത്തിലോട്ടാണ് കൊണ്ടുവന്നത്. അല്ലാണ്ട് ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. ഇനി വിദ്യാഭ്യാസ മേഖലകളിൽ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ രാജ്യത്തിനല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ ആരും തിരിച്ചിങ്ങോട്ട് വിദ്യാഭ്യാസത്തിനോ കാര്യത്തിനോ വരുന്നില്ല. പിള്ളേരെ വരെ അവിടെ തന്നെ സ്കൂളുകൾ ചേർത്തിട്ട് അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവുന്ന ആളുകൾക്ക് കേരളത്തിലോട്ട് വരേണ്ട ഒരു കാര്യമില്ല. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പല സീറ്റുകൾ, അതായത് ഡിഗ്രി സീറ്റുകളും മറ്റ് പല എഞ്ചിനീയറിംഗ് സീറ്റുകളും ഒക്കെ ഇപ്പം കാലിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി കേരളത്തിലുള്ളവർ തന്നെ കേരളം വിട്ട് ബാംഗ്ലൂരോട്ടും അല്ലെങ്കിൽ ചെന്നൈയിലോട്ടും മറ്റ് മുംബൈയിലോട്ടും ഒക്കെ പോകുന്ന ഒരു അവസ്ഥാന്തരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇനി MG യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു വേക്കൻസിയുടെ കണക്കെടുത്ത് ഏകദേശം 55% സീറ്റുകളും കാലിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി പോട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ 35% അവിടെ സീറ്റുകൾ ഫില്ലാകുന്നില്ല. ഇനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 33 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് നമ്മുടെ നാട്ടിൽ അടച്ചു പോയിട്ടുള്ളത്, അതല്ലെങ്കിൽ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിന് ആരും വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മുടെ മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: ഇത് കേരളത്തിന്റെ പ്രശ്നമല്ല, ഇത് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നമാണെന്നാണ് മന്ത്രിക്ക് പറയാനുള്ളത്. ഓരോ ഈ വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആഗോളവൽക്കരണം സൃഷ്ടിച്ചിട്ടുള്ള ഇക്കണോമിക് ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി അവര് ആസൂത്രണം ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ മൂന്നാംകിട സ്ഥാപനങ്ങളിലേക്ക് മറ്റ് അവികസിത രാജ്യങ്ങളിൽ നിന്ന്, വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രതിവിധിയായിട്ടാണ് ഈ വിദ്യാഭ്യാസ കച്ചവടം അവര് നടത്താൻ തയ്യാറായത്. അത് തിരിച്ചറിയാതെ നമ്മുടെ കുറെ കുട്ടികൾ ആ ചതിക്കണിയിൽ വീണു പോവുകയാണ്. എങ്ങനെയുണ്ട്? സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റ് വികസിത രാജ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതി തന്ത്രമാണ് ഇതെന്നും ഇതിൽ നമ്മുടെ കുട്ടികൾ ആ ചതിയിൽ വീണു പോയിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നാണ് നമ്മുടെ മന്ത്രിക്ക് പറയാനുള്ളത്. ഉന്നത മന്ത്രി പറഞ്ഞ ഒരു ഉന്നതമായിട്ടുള്ള തത്വചിന്തയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താത്വികമായിട്ടുള്ള ഒരു അവലോകനം തന്നെയാണ് നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അങ്ങോട്ട് വെറുതെ പോയി കിട്ടില്ല. അവരവിടെ പോയിട്ട് പഠിച്ച് അല്ലെങ്കിൽ അവരൊരു ജോലിക്ക് കിട്ടി, ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളവും അവർക്ക് അവിടെ കിട്ടുന്ന ഒരു പരിരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പിള്ളേർ പോകുന്നത്. ഈ നാട്ടിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളതും നമുക്കറിയാം. എന്തുകൊണ്ട് നമ്മക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇതുവരെ മന്ത്രിക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. അതുകൊണ്ട് മന്ത്രിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രിയെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റ് എന്താ പറയുക ആളുകൾ എങ്ങനെ ചിന്തിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ജോലിക്കാളില്ല എന്ന് പറയും. കാരണം ഇവിടെ ജോലിക്കാളില്ലാത്തത് ഈ ആളുകളൊക്കെ നാട് വിട്ട് പോയത് കൊണ്ടും സാധാരണ പണിക്കാരായിട്ട് ഇവിടെ ആളുകളില്ലാത്തത് കൊണ്ടും സ്കിൽഡ് വർക്കേഴ്സ് എല്ലാം ഇവിടെ വിട്ട് പുറത്തോട്ട് പോവുകയാണ് എന്നുള്ളത് കൊണ്ടും ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങ് പെരുമ്പാവൂരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇപ്പം നമ്മുടെ യുവതയുടെ ഈ ഒരു ഒഴുക്ക്
തൊഴിൽ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള വിടവ് നികത്താൻ വേണ്ടി അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പ്രധാനമായും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള വലിയ തോതിലാണ് കേരളത്തിലോട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തത്. ഇനി കേരളത്തിലെ ആധിപത്യം ഏറ്റവും കൂടുതൽ ഇവർ ആധിപത്യം ഉണ്ടാവുന്നത് ഹോട്ടലുകളുടെ, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, പിന്നെ ബാർബർ ഷോപ്പുകൾ, ഈ തുടങ്ങിയ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. ഇനി ഈ അതിഥി തൊഴിലാളികളുടെ ഒരു വോട്ട് ബാങ്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന ആളുകളിൽ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം അവരുടെ ഫാമിലി ആയിട്ട് അവരുടെ നാട്ടിലോട്ട് വന്നിട്ട് ഇവിടെ സ്കൂളുകളിൽ ചേർത്തിട്ട് അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം 30 ലക്ഷം പേരാണ് ഇവിടെ അതിഥി തൊഴിലാളികൾ എക്സ്ട്രാ കേരളത്തിലോട്ട് വോട്ടിങ്ങിന് വേണ്ടിയിട്ട്, ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. വല്ലാത്തൊരു കണക്കാണ് ഇതൊക്കെ. ഇനി പോളിസിയിലുള്ള മാറ്റം, കേരളത്തിലെ ജനസംഖ്യയിൽ വയസ്സായവരുടെ അതിഥി തൊഴിലാളികളുടെ സ്വാധീനം വർദ്ധിക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ പോളിസീസ് പെൻഷൻ പ്രൊജക്റ്റുകളിലേക്കും അതുപോലെ തന്നെ മൈഗ്രന്റ് വെൽഫെയർ പ്രൊജക്റ്റുകളിലോട്ടൊക്കെ മാറ്റി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വികസനത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ആളുകളിലോട്ടുള്ള എന്താ പറയുക, ഒരു കോൺസെൻട്രേഷൻ മാറുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ വിദേശത്തു നിന്നുള്ള ഒരു ഇൻകം ഇങ്ങോട്ട് വരാണ്ടും കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. ഓൾറെഡി അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കേരളം വിട്ട് പോവുക എന്നുള്ള ചിന്ത, ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ ഇവിടെ കൊടുക്കുന്നില്ല. നമ്മുടെ കേരളത്തിന് ആകെയുള്ള ഒരു എന്താ പറയുക, ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോട്ടറി വിറ്റിട്ടോ അല്ലെങ്കിൽ കള്ള് വിറ്റിട്ടുമാണ്. പണ്ട് ഇനി കള്ള് വിമുക്തമായിട്ടുള്ള, അതായത് മദ്യവിമുക്തമായിട്ടുള്ള കേരളം സ്വപ്നം കണ്ട, കിനാശ്ശേരി സ്വപ്നം കണ്ട ആളുകൾ ഇപ്പം മദ്യപ്പുഴയാണ് നമ്മുടെ നാട്ടിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്പിരിറ്റ് ഉൽപ്പാദനവും പണ്ട് 59 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 500 അല്ല 1000, 2000 ബാറുകളിലോട്ട് നമ്മുടെ ബാറുകൾ കുതിച്ചു വരുന്നുണ്ട്. അവിടെ പോയിട്ട് കാശ് ചെലവാക്കിയിട്ട് ഒന്നുമല്ലാതെ വീടിനും നാടിനും ഗുണമില്ലാത്ത രീതിയിൽ ആളുകൾ നമ്മുടെ നാട്ടിലൂടെ നടക്കുന്നുണ്ട്. യുവതലമുറ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഇനി ഇവിടെ ഒന്നും നടക്കില്ല, വിദ്യാഭ്യാസം നല്ലത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാനില്ല, ഇനിയിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലീറ്റ് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്നും പറഞ്ഞിട്ട് പറന്നു പോകുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ട് തന്നെയാണ്. ഇതിനൊന്നും നമ്മുടെ സർക്കാരിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൈ മലർത്തുക എന്നല്ലാണ്ട് ഇവർക്കൊന്നും പറയാനില്ല. ഇവർ ഈ പറഞ്ഞ മാങ്ങാണ്ടി മറ്റത് മറിച്ചത് എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഇനി ഇവരുടെ ഗീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ ശബരിമല കക്കും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ കക്കാൻ പറ്റുമോ അതൊക്കെ കക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഒരു ഗുണമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു അവസ്ഥാന്തരം നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി കട്ടവനെ പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, അതിപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നവരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്നവരായാലും അവർ തമ്മിലൊരു അമേധ്യമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. കട്ടവനെ പിടിക്കാനുള്ള ഒരു സ്കോപ്പ് നമ്മുടെ രാജ്യത്ത് അല്ല നാട്ടിൽ കാണുന്നില്ല. ഇടക്കിടക്ക് ED NIA ഒക്കെ നോട്ടീസ് അയക്കും. നോട്ടീസ് ഏത് ഭാഗത്തു നിന്നാന്ന് പോലും ഇല്ല. ഓക്കെ, നോട്ടീസ് വന്ന് കൊള്ളാല പരിപാടി സാരമില്ല, നോട്ടീസ് വന്ന സ്ഥിതിക്ക് ഇനി പ്രതിപക്ഷം കുറച്ച് അതുമ്മൽ സംസാരിച്ചോട്ടെ, നമ്മളായിട്ട് പോകാനും പോകുന്നില്ല, അവരായിട്ട് നമ്മളെ പിടിക്കാനും വരുന്നില്ല. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്.